ഫാഷിസം ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് നമ്മുടെ സ്വപ്നം, നമ്മുടെ ലക്ഷ്യം. ഫാഷിസം ഇല്ലാത്ത ഇന്ത്യ. അതിലേതെങ്കിലും ഒരു പാർട്ടി ഞാൻ പറയുന്നില്ല, ഒരു പാർട്ടിയിലും ഫാഷിസം ഉണ്ടാവാൻ പാടില്ല. ഫാഷിസം ഇല്ലാത്ത ഇന്ത്യ ആയിരിക്കണം നമ്മുടെ ഇന്ത്യ. സഹിഷ്ണുവായ ഭാരതം, ആ സഹിഷ്ണുവായ ഭാരതത്തിന് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത്. പരസ്പരം സ്നേഹിക്കുന്ന ഇന്ത്യ, പരസ്പരം സഹായിക്കുന്ന ഇന്ത്യ, പരസ്പരം സഹകരിക്കുന്ന ഇന്ത്യ, നല്ലൊരു ഇന്ത്യ. അത് നരേന്ദ്രമോദിയുടെ അച്ഛേദിൻ ആവരുത്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അത് നരേന്ദ്രമോദി അച്ഛേദിനല്ല. ഇതിനെ ആ വിധത്തിൽ ഏതെങ്കിലും ഒരാളുടെ ഒരു ഉമ്മാക്കി കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വെറുതെ വ്യാമോഹിക്കുകയാണ്. സാധ്യമല്ല. ഇത് നിലനിൽക്കും. ഈ ഭൂമി എത്ര കാലം നിലനിൽക്കുമോ അത്ര കാലം ഇത് നിലനിൽക്കും. ഈ ആകാശം എത്ര കാലം നിലനിൽക്കുമോ അത്ര കാലം ഈ ആശയം നിലനിൽക്കും. ഈ ആശയത്തിന് മരണമില്ല. നിങ്ങൾക്ക് ഞങ്ങളെ നിശബ്ദരാക്കാൻ ഒരു പക്ഷേ സാധിച്ചെന്ന് വരും. പക്ഷേ ഈ സത്യത്തെ മൂടിവെക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമാവില്ല. നിങ്ങളുടെ ജയിലുകൾ ഞങ്ങൾക്കുള്ളതാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പോയിക്കൊള്ളാം. നിങ്ങളുടെ കഴുമരങ്ങൾ ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പോയിക്കൊള്ളാം. നാട്ടുകാരെ, SDPI പ്രവർത്തകന്മാരെ, സഹോദരിമാരെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിവർന്ന് നിൽക്കാൻ വേണ്ടിയും മുട്ടിൽ ഇഴയാതിരിക്കാൻ വേണ്ടിയും ജനങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു മഹാ പരിപാടിയുടെ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം കാസർകോട്ട് ഇതുപോലുള്ള ഇത്ര വിപുലമല്ലെങ്കിലും വലുതല്ലെങ്കിലും ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമ്മേളനം നമ്മുടെ പ്രിയപ്പെട്ട ഷഹീദ് സൈനുൽ ആബിദിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയായി. സൈനുൽ ആബിദിനെ, ഞങ്ങളുടെ പ്രിയ സഹോദരൻ സൈനുൽ ആബിദിനെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ രക്തം വീണ് പവിത്രമായ ഈ കാസർഗോഡിൻ്റെ ഈ ഭൂമിയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അഭിമാനം തോന്നുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ, സ്വർഗത്തിൽ സ്ഥാനം നൽകുമാറാകട്ടെ. നമ്മൾ ഇന്ത്യ രാജ്യം എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് വലിയ തെളിവുകളൊന്നും ആവശ്യമില്ലാത്ത വിധം നമ്മുടെ കൺമുമ്പിൽ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരികയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ഉറങ്ങുകയാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് ജനങ്ങളുടെ പൊതുവെ, വിശേഷിച്ചും കേരളത്തിലെ ജനങ്ങളുടെ പൊതുവെ സ്ഥിതി എന്ന് ഞാൻ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ആശങ്കിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് എല്ലാ മേഖലകളിലും വർഗീയത പുരട്ടാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊന്നിലും വർഗീയത പുരട്ടുക, RSS വൽക്കരണം നടത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കാവ്യവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ, ചരിത്രത്തിൽ, ചരിത്രം എന്നാൽ സാധാരണഗതിയിൽ നമ്മൾ പറയാ ചരിത്രം എന്നുള്ളത് ഒരു സംഭവത്തിൻ്റെ ഒരർത്ഥത്തിലുള്ള ഒരു പ്രതിപാദനമാണ്, അതിൻ്റെ അനുസ്മരണമാണ് ഒരർത്ഥത്തിൽ. പക്ഷെ ഇന്ന് ചരിത്രം യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒന്നല്ല. ഒരു സ്ഥലത്തിരുന്ന് എഴുതി ഉണ്ടാക്കുന്ന, അഥവാ ചരിത്രം സൃഷ്ടിക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലുള്ള ഒരു സൃഷ്ടികർമ്മമാണ് ഇപ്പോൾ ചരിത്രത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യം. മഹാത്മാഗാന്ധിയും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ചരിത്രം. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ അറിയാനേ ഇല്ല. നെഹ്റുവും അതുപോലെ തന്നെ അവഗണനയുടെ അഗണ്യ കോടിയിൽ തള്ളിക്കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥാനത്തേക്ക് കയറി വരുന്നത്, ഗാന്ധിജിക്ക് പകരം വരുന്നത് ഗോഡ്സെയാണ്. ഗോഡ്സെയുടെ പേരിൽ അമ്പലങ്ങൾ ഉണ്ടാകുന്നു. ഗോഡ്സെ ആരാധ്യ പുരുഷനായി മാറുന്നു. ആരാ ഗോഡ്സെ എന്ന് നിങ്ങൾക്കറിയാം. ഗാന്ധിയെ കൊന്നയാളാണ് ഗോഡ്സെ. അതേപോലെ തന്നെ സവർക്കർ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുക്കുവാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ വലിയ ആൾക്കാരായി വരുന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിധത്തിലാണ് ചരിത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാലയങ്ങളിൽ
ഗീത പഠനം നിർബന്ധമാക്കുന്നു. സൂര്യ സംസ്കാരം അത് സുന്നത്തല്ല, നിർബന്ധമാണ്, വാജിബാക്കി മാറ്റുകയാണ്. ഇതെല്ലാവരും നടത്തിക്കൊള്ളണമെന്നാണ്. ഇനി നടത്തണ്ട എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിഭാഗം ആളുകൾ മാറി നിൽക്കുമ്പോൾ അവർ അപരരാണ്, അവർ നിങ്ങളുടെ ഇനത്തിൽപ്പെട്ടവരല്ല എന്നുള്ളൊരു ചിന്താഗതി സാധാരണക്കാരായ പാവങ്ങളായ ഹിന്ദു മതവിശ്വാസികളായ കുട്ടികളുടെ ഉള്ളിൽ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് അസഹിഷ്ണുത വളർന്നുകൊണ്ടിരിക്കുന്നു. അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ മതിയോ? ഇതിനൊക്കെ ആൾക്കാരെ കൊല്ലുന്നതിന് അസഹിഷ്ണുത കൊണ്ടാണ് കൊല്ലുന്നതെന്ന് പറഞ്ഞാൽ മതിയോ? ഒരു മനുഷ്യനെ അയാളുടെ വീട്ടിൽ മാംസം സൂക്ഷിച്ചു എന്ന് സംശയമുണ്ടായപ്പോ വീട്ടിൽ കയറി 100-200 ആൾക്കാർ വന്നിട്ട് ഇഷ്ടിക കൊണ്ടും കല്ലുകൊണ്ടും വടി കൊണ്ടും അടിച്ച് കൊലപ്പെടുത്തുന്നത് അസഹിഷ്ണുതയുടെ പേരിലാണോ? ഇതിന് പേരാണോ അസഹിഷ്ണുത? പക്ഷേ ആളുകൾ പറയുന്നു നാട്ടിൽ അസഹിഷ്ണുത വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദളിതുകളെ ചുട്ടുകൊല്ലുന്നു, അസഹിഷ്ണുതയാണോ? 2 പിഞ്ച് കിടാങ്ങളെ ചുട്ടുകൊന്നു, അസഹിഷ്ണുതയുടെ പേരിലാണോ ദളിതുകളോടുള്ള ഇതിനെ പേരാണോ അസഹിഷ്ണുത എന്നുള്ളത്? ഈ ക്രൂരകൃത്യത്തിന് അസഹിഷ്ണുത എന്ന സുന്ദരമായ നാമം നൽകി വിളിക്കാമെങ്കിൽ ഞാൻ അങ്ങനെ അതിനെ വിളിക്കുന്നു എന്നേ പറയാൻ പറ്റും. നമ്മൾ ആലോചിക്കണം, ഇവിടെ അസഹിഷ്ണുത വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് SDPIക്കാരല്ല, നാട്ടിലെ ഏറ്റവും വലിയ കലാകാരന്മാർ. ഷാറൂഖ് ഖാൻ പറയുന്നു അസഹിഷ്ണുവാണ് ഭാരതമെന്ന്. ആമിർ ഖാൻ പറയുന്നു അസഹിഷ്ണുതയാണ്. എൻ്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഹിന്ദുവാണ്, മുസ്ലിമല്ല. അവർ പറയുന്നു നമ്മൾ നാട് വിട്ടു പോവുക. അത്രമാത്രം അസഹിഷ്ണുത വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എവിടെ? ബോളിവുഡിൽ, അതുപോലെ എല്ലാ വുഡുകളിലും അസഹിഷ്ണുത പത്തി വിടർത്തി ആടുകയാണ്, അല്ലെങ്കിൽ വർഗീയത പത്തി വിടർത്തി ആടുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ രംഗങ്ങളിലും വർഗീയതയാണ് കാണാൻ കഴിയുന്നത്. ഷബന ആസ്മി മുമ്പ് മുതൽക്കേ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു ഇതൊക്കെ. ഇവിടെ മുസ്ലിങ്ങൾ 2ാം തരം പൗരന്മാരായി ഗണിക്കപ്പെടുന്നു എന്ന് ഷബന ആസ്മി പറഞ്ഞു. ഇന്ന് തെലങ്കാനയിലെ DGP പറഞ്ഞു മുസ്ലിങ്ങൾ 2ാം തരം പൗരന്മാരാണെന്നുള്ള ഒരു ചിന്ത വരുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ പോലീസിന്റെയോ ഗവൺമെന്റിന്റെയോ മറ്റ് അധികാരികളുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് വെച്ചാൽ ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ പറയുന്നു ഇവിടെ ഒരു എവിടെയും അപരനായി ജീവിക്കണം എന്നുള്ള ഒരു വീക്ഷണഗതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ തുടങ്ങിയതല്ല, കുറെ കാലമായി തുടങ്ങിയിട്ട് എന്നുള്ളതാണ് വസ്തുത. RSS വന്നതിന് ശേഷം മാത്രമല്ല അത് തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചു കൊണ്ടുപോയി ജയിലിൽ വെക്കുകയും കാലാകാലങ്ങളോളം ജയിലിൽ വെക്കുകയാണ്. UAPA പോലുള്ള കരിനിയമങ്ങൾ ചുമത്തിക്കൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നാട്ടില് കേരളത്തിൽ തന്നെ UAPA ചുമത്തി അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരെ വർഷങ്ങളോളം ജയിലിൽ വെച്ചു. പിന്നീട് കോടതി കുറച്ച് ആൾക്കാരെ വിട്ടയച്ചു. അതേപോലെ തന്നെ ഇപ്പോഴും ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, UAPA പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ. ഇതാണ് ഈ കേരളത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളെ പറ്റി പറയേണ്ടതില്ലല്ലോ നമ്മൾ. പിന്നീട് മുസ്ലിം ചെറുപ്പക്കാർ മാത്രമല്ല, ഈ മദ്രസകളാണ് തീവ്രവാദത്തിന്റെ കേന്ദ്രമെന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. മദ്രസകൾക്കെതിരെ ഈ നെദുവത്തുൽ ഉലൂം കോളേജിൽ എവിടെയാണെന്നറിയോ? ലക്നൌവിലെ ലോക പ്രശസ്തമാണ് ആ കോളേജ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്ന് അവിടെ വിദ്യാഭ്യസിക്കുന്നു, ഇൽമു നേടുന്നു. അവിടെ റെയ്ഡ് നടത്തി. അതുപോലെ ദയൂബന്ദില് റെയ്ഡ് നടത്തി. അവിടെയുള്ള ചില പണ്ഡിതന്മാരെയും വിദ്യാർത്ഥികളെയും പിടിച്ചുകൊണ്ടുപോയി പോലീസ്. അന്ന് RSS അധികാരത്തിൽ വന്നിരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. മാലേഗാവിൽ സ്ഫോടനം നടന്നു. അതുപോലെ സംഝോധ എക്സ്പ്രസിൽ സ്ഫോടനം നടന്നു. ഹൈദരാബാദിലെ മക്ക മസ്ജിദിൽ സ്ഫോടനം നടന്നു. ആരാണ് നടത്തിയത് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ പിടിച്ചുകൊണ്ടുപോയത് മുസ്ലിം ചെറുപ്പക്കാരെയായിരുന്നു. ആ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോകുമ്പോ അതിനെതിരിൽ ചെറുവിരൽ അനക്കാൻ പോലും ആരും അന്ന് തയ്യാറുണ്ടായിരുന്നില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. പിന്നീട് കാർക്കരെ എന്ന് പറയുന്ന വളരെ സഹിഷ്ണുവായ, ഏറ്റവും നല്ല ഹിന്ദു മതവിശ്വാസിയായ
ഒരു നല്ല പോലീസ് ഓഫീസർ വന്നപ്പോ ഇതൊക്കെ ഓരോന്നോരോന്നായി മണി പോലെ പുറത്തു വരികയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ പേരിൽ പിടിക്കപ്പെട്ട ആളുകൾ മറ്റു പല കേസുകളിൽ ഇപ്പോഴും ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥിതി. അത് ഭരണകൂടത്തിന്റെ ഏത് ഗവൺമെന്റ് വരുന്നു എന്നുള്ളതല്ല, ഏത് വിധത്തിൽ നിങ്ങൾ ജനങ്ങളെ കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും പലപ്പോഴും എന്നേ ഞാൻ പറയുന്നുള്ളൂ, എപ്പോഴും ഞാൻ പറയുന്നില്ല, പലപ്പോഴും ഒരേ നിലപാടുകൾ കാണുന്നു. ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചാലും CPM ഭരിച്ചാലും ഒരേ നിലപാടുകൾ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ പലപ്പോഴും RSSന്റെയും BJP RSSന്റെയും CPMന്റെയും കോൺഗ്രസിന്റെയും ഭാഷകൾ പലപ്പോഴും വ്യാകരണം തെറ്റില്ലാതെ ഒരേപോലെ വരുന്നത് എന്തുകൊണ്ടാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് നമ്മൾ ഭയപ്പെടേണ്ടത് അതാണ്. RSSനെയോ BJPയോ അല്ല നമ്മൾ ഭയപ്പെടേണ്ടത്. ഈ രാജ്യത്ത് അവർ കടത്തിവിടുന്ന, ഇഞ്ചക്ട് ചെയ്തു വിടുന്ന ഒരു പ്രത്യേക മനഃശാസ്ത്രമുണ്ട്, ഒരു പ്രത്യേക മനസ്ഥിതിയുണ്ട്. ആ മനസ്ഥിതിയെയും ആ മൈൻഡ് സെറ്റിനെയുമാണ് നമ്മൾ ഭയപ്പെടേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. അത് പ്രത്യക്ഷത്തിൽ കാണില്ല, പരോക്ഷമായി അത് ഇവിടെ നിലനിൽക്കുന്നു. ഒരു ഹിന്ദുത്വ ബോധം ഇവർ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരർത്ഥത്തിൽ അവർക്ക് ഒരുപക്ഷെ സീറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, അവർക്കൊരു പക്ഷേ പാർലമെന്റിലോ അല്ലെങ്കിൽ അസംബ്ലിയിലോ MLA-മാരോ MP-മാരോ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിൽ പോലും ഈ രാജ്യത്തിന്റെ മുഴുവൻ മനസ്സുകളിലും ഒരു പ്രത്യേക തരത്തിലുള്ള മത വിദ്വേഷം വളർത്തുന്നതിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ എന്നാണ് ഞാൻ പറയുന്നത്. എവിടെയും വർഗീയത പുരട്ടാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ BJP അല്ലെങ്കിൽ RSS അധികാരത്തിൽ വന്നിരിക്കുന്നത്. RSS അധികാരത്തിൽ വന്നത് 31% വോട്ട് നേടിക്കൊണ്ടാണ് നിങ്ങൾക്കറിയാം. ഇവിടെ പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല. 31% വോട്ട് നേടിക്കൊണ്ടാണ് BJP അധികാരത്തിൽ വന്നത്. വളരെ ന്യൂനപക്ഷമായ ഒരു ഗവൺമെന്റാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു തകരാർ എന്ന് നമ്മൾ പറയുന്ന അതിന്റെ ഒരു ലൂപ്പ് ഹോളിലൂടെയാണ് അവർ അധികാരത്തിൽ പ്രവേശിച്ചിട്ടുള്ളത്. വന്നതിന് ശേഷം കോൺഗ്രസ് ഗവൺമെന്റ് ഏത് വിധത്തിലാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും എങ്ങനെയാണോ പെരുമാറി അതിൽ നിന്ന് വ്യത്യസ്തമായ വിധത്തിൽ അസഹിഷ്ണുത പരക്കാൻ തുടങ്ങി. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ചിന്തിക്കണം, ഒരു ഇന്ത്യൻ പൗരൻ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ സംസാരിക്കണം, എന്തെഴുതണം എന്ന് തീരുമാനിക്കുന്നത് RSS ആണ് എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോയി. RSSനെ എന്നല്ല, ഇന്ത്യൻ ചരിത്രത്തെ വ്യാഖ്യാനിക്കുകയോ ഇന്ത്യൻ ചരിത്രത്തെ അതിന്റെ സത്യത്തോടു കൂടി പറയുന്ന ആളുകളെയൊക്കെ കൊന്നൊടുക്കുന്ന നിലപാടുകളാണ് RSS എടുത്തിരിക്കുന്നത്. നമ്മൾക്കറിയാം. കൽബുർഗി കൊല്ലപ്പെട്ടു. കർണാടകയിലെ പ്രശസ്തനായ എഴുത്തുകാരനും ചിന്തകനുമായ കൽബുർഗി കൊല്ലപ്പെട്ടു. ഡോക്ടർ കൽബുർഗി കൊല്ലപ്പെട്ടു. ബോംബെ മഹാരാഷ്ട്രയിൽ പൻസാരെ കൊല്ലപ്പെട്ടു. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല ആളുകൾക്കും ഭീഷണി നേരിടേണ്ടി വന്നു. ഗിരീഷ് കർണാട് ഏറ്റവും പ്രശസ്തനായ സാഹിത്യകാരനാണ് കർണാടകയിലെ. അദ്ദേഹം ഒരു വിമാനത്താവളത്തിന്, ബാംഗ്ലൂരിലെ വിമാനത്താവളത്തിന് മറ്റുള്ള ആളുകളുടെ പേരല്ല ഇടേണ്ടത്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി പടക്കളത്തിൽ അടരാടി വീരമൃത്യു വരിച്ച രക്തസാക്ഷിയായ ടിപ്പു സുൽത്താന്റെ പേരാണ് ഇടേണ്ടതെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിനെതിരെ ഇവർ ഉറഞ്ഞുതുള്ളി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അദ്ദേഹം അത് പിൻവലിച്ചു. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പണ്ഡിതന്മാരെയും അതുപോലെ എന്ത് ചിന്തിക്കണം, എന്ത് എഴുതണമെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. ഇനി എന്ത് തിന്നണം എന്നതിനെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാലോ, എന്താണ് ഒരു കേരളീയൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ ഭക്ഷിക്കേണ്ടത്, അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് RSS തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാലോ, ഡൽഹിയിലെ കേരള ഹൗസിലെ അടുക്കളയിൽ വരെ കയറി RSSകാർ. എന്നിട്ട് എന്താ ഉണ്ടായത്? ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിച്ചില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേരള ഗവൺമെന്റിന്റെ ഒരു സാധാരണയായ ഒരു പ്രതിഷേധത്തിൽ ഒതുങ്ങിയ കാര്യങ്ങൾ. അവരൊക്കെ രക്ഷപ്പെട്ടു, അത് രക്ഷപ്പെടും. ആ വിധത്തിലാണ് കേസുകളുടെ പോക്ക്. നമുക്കറിയാം ഇതൊക്കെ. അപ്പോ ഓരോ പൗരന്മാരുടെ അടുക്കളയിൽ വരെ RSS കടന്നു കയറുകയാണ്. അഫ്ലാഖ് കൊല്ലപ്പെട്ടു. നമുക്കറിയാം, ദാദ്രിയിൽ ഒരു അഫ്ലാഖ് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഫ്രിഡ്ജിൽ മാംസം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കൊല്ലപ്പെട്ടത്, അടിച്ചു കൊന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങളും ദളിതുകളും അതുപോലെ ആദിവാസികളും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
ഗ്രാമീണ ജനത യാതൊരു വിധത്തിലും ആ പരിഗണന അർഹിക്കാത്ത ഒരു ജനവിഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ പലതരത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക്. കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഓരോ ഇന്ത്യൻ പൗരനും വിദേശത്ത് നിന്നുള്ള കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഓരോ ഇന്ത്യൻ പൗരന്റെയും ബാങ്ക് അക്കൗണ്ടുകളിൽ 15 മുതൽ 20 ലക്ഷം വരെ ഉറുപ്പിക ഉണ്ടാകുമെന്നാ പറഞ്ഞിട്ടുള്ളത്. എന്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല, എനിക്കതേ പറയാൻ പറ്റുള്ളൂ. രാജ്യത്തുള്ള മറ്റു ജനവിഭാഗ ആൾക്കാരുടെ ഇതിൽ അക്കൗണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കണം. പക്ഷെ അദ്ദേഹം ഇതുവരെ പണം തിരിച്ചു കിട്ടാത്തത് കൊണ്ടാണ് കൂടെ അദ്ദേഹം ഇതുവരെ ഇന്ത്യ രാജ്യത്ത് വളരെ അപൂർവമായിട്ട് കാലുകുത്താളുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇവിടെ വന്നിട്ട് ഒരു തമാശ ഞാൻ കണ്ടു. വന്ന് പാർലമെന്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ അവിടെ വന്ന് ഇരുന്നിട്ട് സീറ്റ് ബെൽറ്റ് നോക്കുകയാണ് അത്ര അദ്ദേഹം. കാരണം എപ്പോഴും വിമാനത്തിലാണല്ലോ, വിമാനത്തിൽ ഇരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം. അതുപോലെ പാർലമെന്റ് വന്നപ്പോൾ സീറ്റ് ബെൽറ്റ് നോക്കുകയാണ് എവിടെയാണുള്ളത് എന്ന്. ഈ വിധത്തിലാണ് അദ്ദേഹം. ഇന്ത്യ രാജ്യത്ത് അദ്ദേഹം കിട്ടുന്നില്ല. എപ്പോഴെങ്കിലും ഒരു റേഡിയോ പ്രഭാഷണത്തിന് മാത്രമേ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസായിയുടെ താല്പര്യത്തിനനുസരിച്ച് പാകിസ്ഥാനിൽ അദ്ദേഹത്തെ കാണാൻ കഴിയും. പെട്ടെന്നല്ലേ നമ്മുടെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പോലും അറിയില്ല. അവര് പാകിസ്ഥാൻ സന്ദർശിക്കാൻ നവാസ് ഷെരീഫിനെ കാണാനും ചേല മാറ്റുന്നതിനിടയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടുന്നത്. ഈ വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രാജ്യത്ത് ജനാധിപത്യത്തെ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്നു. പശുവിന്റെ പേരിൽ ഒരു യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. തുടങ്ങാൻ പോവുകയാണ്. അല്ലെങ്കിൽ മുമ്പത് രാമക്ഷേത്രത്തിന്റെ പേരിലായിരുന്നു ആ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഏറ്റവും അധികം അകറ്റിയത് ഒന്ന് പാകിസ്ഥാൻ വിഭജനത്തിന്റെ സന്ദർഭത്തിലാണെങ്കിൽ, രണ്ടാമത്തേത് സംഭവിച്ചിട്ടുള്ളത് ബാബരി മസ്ജിദിന്റെയും രാമക്ഷേത്രത്തിന്റെയും തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള പ്രചണ്ഡമായ പ്രചാരണത്തിനൊടുവിലാണ് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ കാരണവും നമുക്കറിയാം. ഞാനിപ്പോ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ വിധത്തിലാണ് ഈ വിഭജനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ പശുവിന്റെ പേരിൽ ഒരു യുദ്ധം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അകറ്റുന്നതിന് വേണ്ടിയുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മുമ്പ് ഈ വിഭജനം നടക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നപ്പോൾ മുസ്ലിങ്ങളും ദളിതുകളും തമ്മിലുള്ള ഒരു ഐക്യപ്പെടലിന്റെ സാധ്യതയുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇന്ത്യ വിഭജനം ഉണ്ടായത്. ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ ഇപ്പോൾ സുവ്യക്തമായി വന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിനുശേഷം BP സിംഗ് എന്ന് പറയുന്ന മഹാനായ ഒരു പ്രധാനമന്ത്രി അദ്ദേഹം ഒരു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോഴാണ് ഇന്ത്യ രാജ്യം രണ്ടാമതായി വിഭജിക്കപ്പെട്ടത്. ഈ പ്രാവശ്യം ഇത് ഭൂമിശാസ്ത്രപരമായിരുന്നില്ല, മനസ്സിലാണ് എന്നേ ഉള്ളൂ. മൂന്നാമതായി വീണ്ടും ഇന്ത്യ രാജ്യത്ത് ഒന്നുകൂടി കഠിനമായി കർക്കശമായി വിഭജിക്കാൻ പോവുകയാണ് എന്നുള്ള തിരിച്ചറിവ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഈ രാജ്യത്തിൽ ജീവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇന്ത്യ രാജ്യം ഒന്നടങ്കം അവസാനിക്കാൻ പോവുകയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ അവരുടെ കൈ കടന്നു പിടിക്കേണ്ട സന്ദർഭമാണിത്. നമുക്കറിയാം, ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സംസാരിക്കാൻ സാധ്യമല്ലാത്തൊരു നിലപാട് വന്നിരിക്കുന്നു. ഇപ്പൊ ഇവിടെ പറഞ്ഞു, സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, കർണാടകയിലെ മംഗലാപുരത്ത്, നമ്മുടെ അടുത്ത പ്രദേശത്ത് മംഗലാപുരത്ത് ഒരു സാധാരണ ഇസ്ലാമിക പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, ഡോക്ടർ സാക്കിർ നായിക്കിന് അവിടെ 6 ദിവസത്തേക്കോ 7 ദിവസത്തേക്കോ മറ്റോ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു. 144 പാസാക്കിയിരിക്കുന്നു. അവിടെ ഇസ്ലാമിക പ്രബോധനം നടത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഭരിക്കുന്ന കർണാടകയിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ അവരോടാണ്, ഈ ഗവൺമെന്റുകളോടാണ്, ആദ്യമായിട്ട് കോൺഗ്രസ്സുകാരോടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ മുട്ടിൽ ഇഴയരുത്, നിവർന്നു നിൽക്കണമെന്ന് നമുക്ക് പറയാനുള്ളത് ആദ്യം കോൺഗ്രസ്സുകാരോടാണ്. അതേപോലെ അവരുടെ പിണിയാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളോട്. കേരളത്തിൽ തൊഗാഡിയുടെ എത്ര കേസുകളാണ് നമ്മുടെ മുഖ്യമന്ത്രി, മഹാനായ മുഖ്യമന്ത്രി, ജനങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി, മുസ്ലിം ലീഗ് ഭരണത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന ഒരു ഗവൺമെന്റിലെ മുഖ്യമന്ത്രി എത്ര കേസുകളാണ് പിൻവലിച്ചു കൊടുത്തത്?
അവരോടാണ്, മുഖ്യമന്ത്രിയോടും ഈ ഗവൺമെന്റിനോടാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ നിവർന്നു നിൽക്കണം, മുട്ടിലിഴയരുത് എന്ന് ഇവരോടാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ മറ്റു പലരോടും നമുക്ക് പറയാനുണ്ട്. ഇവിടെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്ത് പറയണം, എന്ത് പറയരുത് എന്ന് തീരുമാനിക്കുന്നത് ഇവരാണ്, RSSകാരാണ്. അത് അവിടെ ഗവൺമെന്റ് മുട്ടുമടക്കുകയാണ്. ഇപ്പോ ഇത് ഒരു സലഫി പ്രോഗ്രാമിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു മുജാഹിദുകൾ നടത്തുന്ന ഒരു പരിപാടിയാണ് അത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഫാഷിസം ആരുടെ നേരെയും വരും എന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പിഴച്ചാൽ അത് ഏറ്റവും വലിയ പിഴവായിരിക്കുമെന്നാണ്. ഇന്നലെ പോപ്പുലർ ഫ്രണ്ടുകാരായിരിക്കും, നാളെ ഇന്ന് സലഫികളായിരിക്കും, മറ്റന്നാൾ ജമാഅത്തെ ഇസ്ലാമിക്കാരായിരിക്കും, പിന്നെ തബ്ലീഗായിരിക്കും, അങ്ങനെ പോയിട്ട് പിന്നെ ക്രിസ്ത്യാനികളായിരിക്കും, പിന്നെ കമ്മ്യൂണിസ്റ്റുകളായിരിക്കും, പിന്നെ എല്ലാവരുമായിരിക്കും, പിന്നെ ഇന്ത്യ രാജ്യം മുഴുവനുമായിരിക്കും. ഇത് തിരിച്ചറിയാൻ നമ്മൾ വൈകിയാൽ വിഷമിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറയുന്നത്, ജനാധിപത്യം അപകടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഭാഗത്ത് മാത്രമല്ല, അല്ലാതെയും ജനാധിപത്യ അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, ജനാധിപത്യത്തിൽ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം നേതാവിന്? കർണാടകയിലേക്ക് എനിക്ക് അറിഞ്ഞുകൂടാ, തമിഴ്നാട്ടിലൊക്കെ കോടിക്കണക്കിന് ഉറുപ്പ്യ കൊണ്ടു കൊടുക്കണം. മാത്രമല്ല അവിടെ മുട്ടിൽ ഇഴയുകയും വേണം, എന്നാലേ ഒരു സീറ്റ് കിട്ടുള്ളൂ പിന്നെ തമിഴ്നാട്ടിൽ. എന്നിട്ട് അവർ വന്നിട്ട് ജനങ്ങളോട് പണം കൊടുത്ത് സീറ്റ് വാങ്ങുന്നു, പിന്നീട് അവിടെ പോയിട്ട് പണം വാരുന്നു. ഇതാണ് ജനാധിപത്യം ഇന്ത്യ രാജ്യത്ത്. ഈ ജനാധിപത്യം ആ വിധത്തിൽ. പാർട്ടികൾക്കുള്ളിൽ ജനാധിപത്യമുണ്ടോ? പാർട്ടികൾക്കുള്ളിൽ എവിടെയാ ജനാധിപത്യം? കോൺഗ്രസിൽ ജനാധിപത്യമുണ്ടോ? വേറെ പാർട്ടികളിൽ ജനാധിപത്യമുണ്ടോ? മുസ്ലിം പാർട്ടികളിൽ ജനാധിപത്യമുണ്ടോ പാർട്ടിക്കുള്ളിൽ? അങ്ങനെ ജനാധിപത്യം എന്ന് പറയുകയും ജനാധിപത്യം എന്ന് പ്രചരിപ്പിക്കുകയും എന്നാൽ അതിൽ വിശ്വസിക്കാതിരിക്കുകയും അതിനെതിരായ ഏകാധിപത്യപരമായ പ്രവണതകൾ കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഭരണത്തിലും പാർട്ടികളിലും എല്ലാ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കണം. അതേപോലെ തന്നെ സെക്യുലറിസം നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട പ്രിയാമ്പിളിൽ അല്ലെങ്കിൽ മുഖവുരയിൽ സെക്യുലറിസം എന്ന പദം ചേർത്തിരിക്കുന്നു. ഇപ്പോ രാജ്നാഥ് സിംഗ് എന്ന് പറയുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുന്നു, സെക്യുലറിസം എന്നുള്ളത് ഒരു ദുരുപയോഗം ചെയ്യപ്പെട്ട പദമാണ് എന്ന് വെച്ചാൽ ഇവർ മനസ്സിൽ നിന്ന് സെക്യുലറിസത്തെ നേരത്തെ നീക്കി കഴിഞ്ഞിരുന്നു. ഇപ്പോ ഭരണഘടനയിൽ നിന്ന് നീക്കാൻ പോകുന്നു. നാളെ ഡിക്ഷണറിയിൽ നിന്ന് പോലും സെക്യുലറിസം അവർ ഒഴിവാക്കും. കാരണം അവർക്ക് അത്രക്കും അസഹിഷ്ണുവായ പദമാണ് സെക്യുലറിസം. കാരണം എല്ലാവരെയും ഒരുപോലെ കാണണമെന്നാണ് സെക്യുലറിസം വ്യവഹരിക്കുന്നത്. എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധ്യമല്ല. എല്ലാവരെയും ഒരുപോലെ കാണാൻ ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് സാധ്യമല്ല എന്ന് വന്നിരിക്കുന്നു. അതേപോലെ തന്നെ ഒരു സോഷ്യലിസ്റ്റ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന സങ്കല്പത്തിൽ നിന്ന് എല്ലാവരും കൂടി ഇതിനെ മുഴുവൻ നശിപ്പിച്ചു. അതിൽ കോൺഗ്രസ് ഉണ്ട്, അതിൽ BJP ഉണ്ട്, അതിൽ CPM ഉണ്ട്, അതിൽ മറ്റെല്ലാ കക്ഷികളും ഭാഗവാക്കുകളാണ്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് ക്രമം ഈ രാജ്യത്ത് ഇല്ലാതാക്കുകയും അതുപോലെ നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെതി കൊടുക്കുകയും ചെയ്യുന്നതിൽ വിജയിച്ചിരിക്കുകയാണ്. സഹോദരന്മാരെ ജനങ്ങൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്. സമുദായങ്ങൾക്കിടയിലെ സ്നേഹത്തിന്റെ ബന്ധം, സ്നേഹബന്ധത്തിന്റെ അവസാനത്തെ നാളിയും നമ്മുടെ രാഷ്ട്രത്തിന്റെ നാഭിക്കെട്ടുകളിൽ നിന്ന് പിഴുതെടുക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിധത്തിൽ കാര്യങ്ങൾ നീങ്ങി പോകുമ്പോൾ ജനനന്മയിലും ജനങ്ങളുടെ സഹകരണത്തിലും ജനങ്ങളോടുള്ള സ്നേഹത്തിലും വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യോജിക്കാൻ സമയമായി എന്നാണ് ഞങ്ങൾ പറയുന്നത്. അവ യോജിക്കുവാൻ എല്ലാ വിഭാഗം ജനങ്ങളും മുമ്പോട്ട് വരണം. കവികളും സാഹിത്യകാരന്മാരും അതുപോലെ ശാസ്ത്രജ്ഞന്മാർ പോലും അവർക്ക് കിട്ടിയ താമ്രപത്രങ്ങളും അതുപോലെ അവാർഡ് എന്ന പേരിൽ ലഭ്യമായിട്ടുള്ള പിച്ചളത്തകിടുകളും തിരിച്ചു വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ മുഖത്തേക്ക്. നമുക്കറിയാം എന്താണ് അതിനർത്ഥം. അവർ പറയുകയാണ്, മുമ്പ് ആദിമഹാകവി കാളിദാസൻ പറഞ്ഞു, ഒരു വേടൻ അമ്പെയ്യാൻ, ഒരു രാക്ഷസൻ അല്ലെങ്കിൽ ഒരു വേടൻ രണ്ട് ഇണക്കിളികളെ അമ്പെയ്ത് വീഴ്ത്താൻ ശ്രമിച്ചപ്പോ ആദിമഹാകവി കാളിദാസൻ പറഞ്ഞു, മാനിഷാദ, അരുത് കാട്ടാള എന്ന് പറഞ്ഞു. അതേപോലെ നമ്മുടെ കവികൾ ഇന്ന് താമ്രപത്രങ്ങളും അവരുടെ അവാർഡുകളും തിരിച്ചറിഞ്ഞു കൊടുത്തുകൊണ്ട് പറയുന്നു, മാനിഷാദ,
കേന്ദ്ര ഗവൺമെന്റിന്റെ മുഖത്ത് നോക്കി, RSSന്റെ മുഖത്ത് നോക്കി, നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറയുന്നു മാനിഷാദ. ഈ മാനിഷാദയിൽ പങ്കാളികളാവാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആളുകൾ തയ്യാറാണ് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ആരും സഹകരിക്കാൻ തയ്യാറാണ്. ഈ വിധത്തിൽ ഫാഷിസത്തിനെതിരായുള്ള യുദ്ധത്തിൽ ആരുമായും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ലോകത്തുള്ള ഏറ്റവും വലിയ, ഏറ്റവും രുദ്രമായ, ഏറ്റവും ക്രൂരമായ ഫാഷിസം ഹിന്ദുത്വ വർഗീയ ഫാഷിസമാണ് എന്ന് ലോകം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഈ ക്രൂരതകൾ കണ്ട് നമ്മുടെ ക്രൂരതകളുടെ ഹെഡ്മാസ്റ്ററായ നമ്മുടെ അമേരിക്കയുടെ ബാറക് ഒബാമ പോലും ഞെട്ടിപ്പോയിരിക്കുന്നു. അദ്ദേഹം പറയുന്നു ഗാന്ധിജി ഉണ്ടായിരുന്നെങ്കിൽ ഞെട്ടുമായിരുന്നു. ഗാന്ധിജി ഞെട്ടൂല, രാജ്യം മരിച്ചു പോകുമായിരുന്നു ഇത് കണ്ടാൽ. ആ വിധത്തിലാണ് അദ്ദേഹം പോലും ഞെട്ടിപ്പോയി ഇത് കണ്ട്. നിങ്ങൾ അസഹിഷ്ണുക്കളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ മതവർഗീയത പരത്തുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ക്രമേണയായി ഈ വർഗീയതയും ഫാഷിസവും വർഗീയ ചേതിരിവും അസഹിഷ്ണുതയും കേരളത്തിലേക്ക് കയറി വരികയാണ്. കേരളത്തിലേക്ക് കയറി വരുന്നത് നമുക്കറിയാം. വെള്ളാപ്പള്ളി നടേശനും അതുപോലെ കുമ്മനം രാജശേഖരന്റെയും രൂപത്തിലാണ് അത് വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാസർകോട്ട് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിച്ച യാത്രക്കിടയിൽ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് പോലും അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇപ്പോ ഒരു മുൻകൂർ ജാമ്യത്തിലാണുള്ളത്. അതാരിൽ നിന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാല്ല. അത്രക്ക് അസഹിഷ്ണുതയുടെയും വർഗീയതയുടെയും സംഗതികളാണ് പറഞ്ഞിട്ടുള്ളത്. മുസ്ലിങ്ങൾ പ്രസവിച്ചു കൂട്ടുകയാണ്, അതുപോലെ ഹിന്ദുക്കളും പ്രസവിക്കണമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അത് പ്രസവിച്ചാൽ പോരെ, അതൊന്ന് പറഞ്ഞു പരിപ്പിക്കണമെന്നുണ്ടോ? വെള്ളാപ്പള്ളിക്ക് എത്ര കുട്ടികളാണ്? എന്തുകൊണ്ട് ഈ ഒരു ഉദ്യമം നടത്തിയില്ല? വെള്ളാപ്പള്ളിയുടെ മകൻ എത്ര കുട്ടികളാണ്? എന്തുകൊണ്ട് ഈ ഉദ്യമം നടത്തിയില്ല? നടത്താൻ പറഞ്ഞില്ല മകനോട്. എന്നിട്ട് പാവപ്പെട്ട ഹിന്ദുക്കളോട് പറയുന്നു മുസ്ലിങ്ങൾ ഇവിടെ പ്രസവിച്ചു കൂട്ടുകയാണ്, നിങ്ങളും പ്രസവിക്കണമെന്ന്. ഇതൊക്കെ എവിടത്തെയാ? ഒരു സംസ്കാരമില്ലാത്ത നിലപാടുകളാണ് ഇതൊക്കെ. പക്ഷെ വെള്ളാപ്പള്ളിയിൽ നിന്ന് അതേ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് വിദ്വേഷ പ്രചരണങ്ങൾ കേരളത്തെ ആ വിധത്തിൽ അസമാധാനത്തിലേക്ക് നയിക്കാൻ ഉള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കുമ്മനം രാജശേഖരനെ BJP അവരുടെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കുമ്മനം രാജശേഖരൻ വന്നാൽ എന്താ സംഭവിക്കുക? വിഷത്തിൽ കുറച്ച് പാഷാണവും കലരും എന്നുള്ളതല്ലാതെ, വെള്ളാപ്പള്ളിയിലേക്ക് കുറച്ച് കുമ്മനം കലരും എന്നുള്ളതല്ലാതെ വേറെ എന്താ ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ. കേരളം അങ്ങനെയുള്ള ഒരു നാടല്ല. അതിന്റെ കാരണം നമ്മുടെ വർഗീയതയുടെയോ നമ്മുടെ മറ്റ് അസഹിഷ്ണുതയോ ഒന്നും പ്രശ്നങ്ങളല്ല. നമ്മുടെ ജീവിതം ആ വിധത്തിലാണ്. ഇവിടെ ഒരു ഹിന്ദു, ഇവിടെ ഒരു മുസ്ലിം, ഇവിടെ ഒരു ക്രിസ്ത്യാനി, അവിടെ ഒരു ദളിതൻ, അങ്ങനെയാണ് നമ്മുടെ വീടുകളുള്ളത്. നമ്മുടെ ഭൂമിശാസ്ത്രം അങ്ങനെയാണ്. വലിയൊരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ് കേരളം. എല്ലാവരും ഒരേ അടുത്തടുത്ത് താമസിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട്. ഇങ്ങനെയുള്ള കേരളത്തിൽ ഒരു കൂട്ടർക്ക് മാത്രം സമാധാനവും മറ്റൊരു കൂട്ടർക്ക് അസമാധാനവും എന്നുള്ള ഒരു സാഹചര്യം ഒരു കാലത്തും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാലം വരില്ല. അന്ന് ഖിയാമം 1-ാം തീയതി ആയിരിക്കും. അപ്പോ ഞാൻ പറയുന്നത്, പക്ഷെ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ചില സത്യമുണ്ട്. സത്യമുണ്ട് എന്നല്ല, സത്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്താണത്? അദ്ദേഹം പറയുന്നു ഹിന്ദുക്കൾ അവഗണിക്കുന്നു, ഹിന്ദുക്കൾ അവഗണന നേരിടുന്നു. ഉണ്ടെങ്കിൽ പരിശോധിക്കണം, അവഗണനയുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ഇതാണ് SDP പറയുന്നത്. SDP-ക്ക് ആരുടെയും SDP-ക്ക് എന്നല്ല, മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ദളിതുകൾക്കൊക്കെ ആണല്ലോ സംവരണം. മുസ്ലിങ്ങൾക്കും ദളിതുകൾക്കൊക്കെ സംവരണം, ഈഴവന്മാർക്കും സംവരണമുണ്ട്. ഈഴവന്മാർ അതിന്റെ എല്ലാ സ്ഥാനത്തും കയറിയിരിക്കുന്നു. ദളിതുകൾ എത്തിയിട്ടുണ്ടോ? മുസ്ലിങ്ങൾ എത്തിയിട്ടുണ്ടോ? ഈഴവന്മാരെത്തിയിട്ടുണ്ടോ? നായന്മാരെവിടെ നിൽക്കുന്നു? നമ്പൂതിരിമാരെവിടെ? ക്രിസ്ത്യാനികൾ എവിടെ? കണക്കെടുക്കട്ടെ, കണക്കെടുത്തിട്ട് കൊണ്ടുവരട്ടെ. കണക്കെടുത്ത് കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കട്ടെ. എവിടെയാണ് ഹിന്ദുക്കൾ അവഗണിക്കപ്പെട്ടത് എന്ന് കാണിക്കട്ടെ. കാണിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ബാധ്യതയാണ് അത് പരിഹരിക്കുക എന്നുള്ളത്. ഞങ്ങൾ അതിനെതിരല്ല, ഞങ്ങൾ അതിനു വേണ്ടി സമരം ചെയ്യും. പക്ഷെ അത് കാണണം, അത് കാണിക്കണം. ഗവൺമെന്റ് ഒരു ധവളപത്രം പുറത്തിറക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ധവളപത്രം ഇറക്കട്ടെ. അതേപോലെ നേരത്തെ പറഞ്ഞു, കേരള ഗവൺമെന്റ് ഏറ്റവും വലിയ അമ്പലം വിഴുങ്ങികളാണ് എന്നാ പറഞ്ഞത് RSSകാരും സംഘപരിവാരങ്ങളും.
ഭയങ്കര അമ്പലം വിഴുങ്ങികൾ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ കിട്ടുന്ന മുഴുവൻ കാശും, ദേവസ്വം ബോർഡിന്റെ മുഴുവൻ കാശും വിഴുങ്ങുന്ന ആളുകളാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു. ഗവൺമെന്റ് കണക്ക് കൊണ്ടുവന്നു, അസംബ്ലിയിൽ കണക്ക് അവതരിപ്പിച്ചു. അപ്പൊ ആളുകൾക്ക് മനസ്സിലായി ആർക്കാ കൊടുക്കുന്നത്, ഗവൺമെന്റ് എന്താ ചെയ്യുന്നതെന്നുള്ളത്. ഇതുവരെ പറഞ്ഞത് അപ്പീസ്മെന്റ്, എന്താ പ്രീണന നയം, ഗവൺമെന്റിന്റെ മുസ്ലിം പ്രീണനം എന്നാ പറഞ്ഞിരുന്നത്. മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞിരുന്നു. എവിടെ, ഏത് പള്ളിക്കാ കൊടുത്തത്? ഗവൺമെന്റിന്റെ കണക്കിൽ വരണം. പള്ളിക്ക് കൊടുക്കണ്ടെന്നാ നമ്മൾ പറയുന്നത്. പള്ളിക്ക് കൊടുക്കേണ്ട കാര്യമില്ല, പള്ളി നടത്താൻ പള്ളിന്റെ ആൾക്കാർ തന്നെ മതി. ക്രിസ്ത്യൻ പള്ളികൾക്കും കൊടുക്കണ്ട, അമ്പലങ്ങൾക്കും കൊടുക്കണ്ട. ഇതൊരു സെക്യുലർ സമൂഹം എന്ന നിലയിൽ തന്നെ നിൽക്കണം. ജനങ്ങളെ നോക്കണം, ജനങ്ങൾക്ക് കൊടുക്കണം. മതപരമായ കാര്യങ്ങൾ അവർ നോക്കട്ടെ. പക്ഷേ ഇത് പുറത്തു വന്നപ്പോൾ അവർ പറയുന്നത് നല്ല ദേവസ്വം ഭരണം അങ്ങനെ നഷ്ടത്തിലാണെങ്കിൽ ദേവസ്വം ഭരണം ഞങ്ങൾക്ക് തന്നൂടെന്നാണ്. ഇതാണ് സ്ഥിതി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് പുറത്തു കൊണ്ടുവരികയും അതിന് പരിഹാരം കാണുകയും ചെയ്യണം. ഗവൺമെന്റ് അത് ഹിന്ദുക്കൾ അവഗണിക്കപ്പെടാൻ പാടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ വിധത്തിലാണ് ഞങ്ങളുടെ നയങ്ങളും നിലപാടുകളും ആ വിധത്തിലുള്ളതാണ്. ഈ സമരത്തിൽ ആരുമായിട്ടും നമ്മൾ യോജിക്കും. പക്ഷെ അവർ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിന് അവർ തയ്യാറാകണമെന്നേ ഉള്ളൂ. ഇലക്ഷനിൽ മത്സരിക്കും പോലുള്ള ഒന്നല്ലത്. ഇലക്ഷനിൽ സീറ്റ് വേണം, കൊടുക്കണം, വാങ്ങണം, ഇതൊന്നും പ്രശ്നമല്ല. അതൊന്നും അല്ലത്. ഇത് ഈ സമരത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സമരം വിജയിക്കുള്ളൂ. ഫാഷിസത്തെ ഇവിടുന്ന് ചെറുക്കണമെങ്കിൽ ഫാഷിസം ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് നമ്മുടെ സ്വപ്നം, നമ്മുടെ ലക്ഷ്യം. ഫാഷിസം ഇല്ലാത്ത ഇന്ത്യ. അതിലേതെങ്കിലും ഒരു പാർട്ടി ഞാൻ പറയുന്നില്ല, ഒരു പാർട്ടിയിലും ഫാഷിസം ഉണ്ടാവാൻ പാടില്ല. ഫാഷിസം ഇല്ലാത്ത ഇന്ത്യ ആയിരിക്കണം നമ്മുടെ ഇന്ത്യ. സഹിഷ്ണുവായ ഭാരതം, ആ സഹിഷ്ണുവായ ഭാരതത്തിന് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത്. പരസ്പരം സ്നേഹിക്കുന്ന ഇന്ത്യ, പരസ്പരം സഹായിക്കുന്ന ഇന്ത്യ, പരസ്പരം സഹകരിക്കുന്ന ഇന്ത്യ, നല്ലൊരു ഇന്ത്യ. അത് നരേന്ദ്രമോദിയുടെ അച്ഛേദിൻ ആവരുത്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അത് നരേന്ദ്രമോദി അച്ഛേദിൻ അല്ല. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇവിടെ ആർക്കാണ് എതിർപ്പ്? ഇതിൽ സത്യമല്ലാത്ത എന്താണുള്ളത് നിങ്ങൾ പറയണം. ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ പറയണം ഞങ്ങൾ പറയുന്നതിൽ എന്താണ് എതിർപ്പ്. അവർക്കെതിരുള്ള എന്ത് കാര്യമാണ് ഇപ്പൊ ഞാനിതുവരെ പറഞ്ഞതിൽ എന്താണ്? നസറുദ്ദീൻ സാഹിബ് നേരത്തെ പറഞ്ഞു, എന്താണ് അതിൽ അവർക്ക് എതിർപ്പുള്ള കാര്യം? പിന്നെ എന്തിനാ അവർക്ക് ഞങ്ങളുടെ ഒരു കൊടി? എന്തിനാണ് അവർ കൊടിയെടുത്ത് നശിപ്പിക്കുന്നത്? എവിടെയാണ് അവർക്ക് എതിർപ്പ്? അവർ വ്യക്തമാക്കട്ടെ. ആ എതിർപ്പ് സത്യസന്ധമാണെങ്കിൽ ഞങ്ങൾ എല്ലാ കൊടികളും ഞങ്ങൾ എടുത്തു മാറ്റി തരാം. നിങ്ങൾ തൊടണ്ട, നിങ്ങൾ തൊടരുത്. കാരണം നിങ്ങൾക്ക് ഈ കാസർകോട്ടെ ചെർക്കളയിൽ ഒരു കൊടി മാത്രമേ തൊടാൻ പറ്റുള്ളൂ. ഹിമാലയത്തിന്റെ സാനുക്കളിൽ ഞങ്ങൾ സ്ഥാപിച്ച കൊടി തൊടുമോ നിങ്ങൾക്ക് സാധ്യമല്ല. ഈ പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തിന്റെ, നമ്മുടെ പ്രിയപ്പെട്ട മാതൃഭൂമിയുടെ കിഴക്കേ ചക്രവാളത്തിൽ കൈവച്ചു നിൽക്കുന്ന പാർട്ടിയാണിത്. വടക്കേ ചക്രവാളത്തിൽ രാജസ്ഥാനിന്റെ ഏറ്റവും അവസാനത്തെ ഗ്രാമങ്ങളിലും കയ്യെത്തി നിൽക്കുന്ന പാർട്ടിയാണിത്. ഹിമാലയത്തിൽ തലവെച്ച് തെക്ക്, ഏറ്റവും തെക്ക് സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥാനത്ത്, സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സ്ഥാനത്ത് കാലിട്ടളിക്കുന്ന പ്രസ്ഥാനമാണ്, പാർട്ടിയാണിത്. ഇതിനെ ആ വിധത്തിൽ ഏതെങ്കിലും ഒരാളുടെ ഒരു ഉമ്മാക്കി കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വെറുതെ വ്യാമോഹിക്കുകയാണ്. സാധ്യമല്ല. ഇത് നിലനിൽക്കും. ഈ ഭൂമി എത്ര കാലം നിലനിൽക്കുമോ അത്ര കാലം ഇത് നിലനിൽക്കും. ഈ ആകാശം എത്ര കാലം നിലനിൽക്കുമോ അത്ര കാലം ഈ ആശയം നിലനിൽക്കും. ഈ ആശയത്തിന് മരണമില്ല. നിങ്ങൾക്ക് ഞങ്ങളെ നിശബ്ദരാക്കാൻ ഒരു പക്ഷെ സാധിച്ചെന്ന് വരും. പക്ഷേ ഈ സത്യത്തെ മൂടിവെക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമാവില്ല. നിങ്ങളുടെ ജയിലുകൾ ഞങ്ങൾക്കുള്ളതാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പോയിക്കൊള്ളാം. നിങ്ങളുടെ കഴുമരങ്ങൾ ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പോയിക്കൊള്ളാം. പക്ഷേ ഇതിന്റെ പേരിൽ ഈ പാവപ്പെട്ട സമുദായത്തിന്റെയോ ഈ പാവപ്പെട്ട ദളിത് ജനവിഭാഗത്തിന്റെയോ അതേപോലെ ഈ രാജ്യത്തിലെ പിന്നോക്ക പീഡിത ജനവിഭാഗത്തിന്റെയോ പേരിൽ ശബ്ദിക്കുന്നതിന് തെറ്റാണെങ്കിൽ, അതിന് നിങ്ങൾ കൊലക്കുറ്റമാണ് വിധിക്കുന്നതെങ്കിൽ
ഞാൻ പറയുന്നു, ഏറ്റവും അടുത്തുള്ള കൊലക്കയറിൽ എന്റെ ശരീരം തൂങ്ങിയാടട്ടെ. എങ്കിലും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാനോ എന്നോടൊപ്പം നിൽക്കുന്ന ഈ സഹോദരന്മാരോ അതുപോലെ ഞങ്ങളുടെ നേതാക്കന്മാരോ ഒന്നും തന്നെ ഒരു ഇഞ്ചും ഒരു മില്ലിമീറ്ററും പുറകോട്ടുണ്ടാവില്ല എന്ന് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സദസ്സിനെ സാക്ഷി നിർത്തി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് തകരാനുണ്ടായ പ്രസ്ഥാനമല്ല, ഇത് തകർക്കാനുണ്ടായ പ്രസ്ഥാനമല്ല, പക്ഷേ ഇത് നിർമ്മിക്കാനുണ്ടായ പ്രസ്ഥാനമാണ്. ഏതൊരു പൗരന്റെയും ഉള്ളിൽ ആത്മവിശ്വാസവും ആത്മധൈര്യവും നിർമ്മിക്കാൻ, ഈ രാജ്യത്ത് സമാധാനവും സൗഹൃദവും നിർമ്മിക്കാൻ, ഈ രാജ്യത്തെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിൽ പണിയെടുക്കാൻ ഉണ്ടായ പ്രസ്ഥാനത്തിന് മരണമില്ല, അത് തകരുകയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ രക്തസാക്ഷിയായ ഞങ്ങളുടെ സഹോദരൻ സൈനുൽ ആബിദീനെ അനുസ്മരിച്ചുകൊണ്ട് നിരവധി വിവിധ സ്ഥലങ്ങളിൽ RSSകാരന്റെയും കമ്മ്യൂണിസ്റ്റുകാരന്റെയും കത്തിക്കിരയായിട്ടുള്ള ഞങ്ങളുടെ മുഴുവൻ സഹോദരന്മാരെയും രക്തസാക്ഷികളെയും ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ ധാരാളം സഹോദരന്മാരുടെ രക്തം ചിന്തിയ, രക്തം വീണ ഓരോ തരി ഭൂമിയെയും അനുസ്മരിച്ചുകൊണ്ട്, ഞങ്ങളുടെ ജയിലിൽ കിടക്കുന്ന സഹോദരന്മാരെ അനുസ്മരിച്ചുകൊണ്ട്, നിരപരാധികളായ ഞങ്ങളുടെ സഹോദരന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്, ജയ് SDPI.